ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്കിളോഗ്സ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ ഇവിടെ നമ്മൾ വീക്കെൻഡ് അടുത്ത് പുറത്ത് പോകട്ടോ. അപ്പം നമ്മൾ പോകുന്നത് ഒരു ഗെയിം ഫാം അങ്ങനെ പറയാം. നമ്മളിതുവരെ പോയിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വീക്കെൻഡും കൂടിയാണ് കേട്ടോ. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എവിടേക്കെങ്കിലൊക്കെ പോകണം കേട്ടോ. അതൊരു നിർബന്ധമാണ്. പിന്നെ അതിപ്പോൾ ഒരു ശീലമായി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി കേട്ടോ. പിന്നെ നമ്മളൊരു ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലാകുമ്പോൾ ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കില്ലേ. പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും വരുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറയും. അതുപോലെയാണ് കേട്ടോ എൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്ത സ്ഥലങ്ങളിലാട്ടോ എനിക്ക് കൂടുതൽ ഇങ്ങനെ പോയി കാണാൻ ഇഷ്ടം. പോയ അവിടെ തന്നെ പോകുമ്പോൾ എനിക്ക് വലിയൊരു ഉഷാറൊന്നും ഇല്ല. ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നല്ല വെയിലായിട്ട് തോന്നും കേട്ടോ. പക്ഷെ നല്ല വെയിലുണ്ട്. ആ വെയിലിൻ്റെ അത്ര ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ മുതൽ ഉച്ച വരെ ഫ്രീ എൻട്രിയാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല അടിപൊളി വൈബ് കിട്ടും. ഞങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടല്ലോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതാ ഒരു ഏരിയയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ളത്, പിന്നെ മാന്, കോഴി, ആട് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നല്ല രസം പറഞ്ഞാൽ നല്ല രസമുണ്ട് അതിനുള്ളിൽ കയറിയിട്ട് ഇരിക്കാനൊക്കെ. പിന്നെ നമുക്ക് അവിടെ തന്നെ ഫുഡൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കണ്ടോ നമ്മുടെ മുള കൊണ്ട് സെറ്റ് ചെയ്ത പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്താണ് കയറി ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. എന്തായാലും നല്ലൊരു വൈബാണ്. നമുക്കിപ്പോൾ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ.
പിന്നെ അവിടെ ദാ പേരയ്ക്ക അതുപോലെ മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കാണിച്ചു തരാം. പിന്നെ അത്തിപ്പഴം അതെല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവണമെങ്കിലൊക്കെ നമുക്ക് ഇവിടെ വന്ന് ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാം കേട്ടോ. ശരിക്കും അതിന് പറ്റിയൊരു സ്ഥലമാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും നമുക്കൊരു എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഒരു അടിപൊളി സ്ഥലം കേട്ടോ. പിന്നെ എല്ലാം അവിടെ തിരിഞ്ഞാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇരിക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഫുഡൊക്കെ വാങ്ങാം. അവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് എത്ര ടൈം വരെ നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. അതുപോലെ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഇവിടെ വന്ന് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. ഇപ്പം നിങ്ങൾ കാണുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ആ വെള്ളത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ കാറ്റടിക്കുമ്പോൾ എന്താണ് വെള്ളം നമ്മൾ ദേഹത്തോട് ഇങ്ങനെ തെറിക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് കൂടുതൽ ഈ വെള്ളം, മഴ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പക്ഷേ കുറേ നേരം നിൽക്കുമ്പോഴേക്കും ഡ്രസ്സൊക്കെ വെറുതെ നനഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മേടിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെ വീണ്ടും ഇങ്ങനെ അവിടെ കുറച്ചിങ്ങനെ നമ്മൾ നടന്ന് കാണാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റുമാണ് കേട്ടോ. വെയിൽ, ഈ കാണുന്ന വെയിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ അതിനുള്ളിൽ നല്ല തണുത്ത കാറ്റ്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ഒരു സൈഡ് നിറയെ അങ്ങനെ പൊമഗ്രനേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ മുന്തിരി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മുന്തിരിയൊക്കെ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങനെ നമ്മളിതാ മുന്തിരി തോട്ടത്തിലെത്തി കേട്ടോ. ശരിക്കും ഞാൻ ഇത്ര നേരം കാത്തിരുന്നത് ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മുന്തിരി, ഈ ഒരു തോട്ടം പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും അധികം മുന്തിരി ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. കാരണം കുറേ നാളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ മുന്തിരിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ, മുന്തിരി ഫാമിലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് ഏത് സീസണാണ്, ഏത് ടൈമിൽ ഉണ്ടാകുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റി. എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ ഇവിടുന്ന് നമ്മളിതാ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ടൈം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് ഇത്രയും മുന്തിരിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നേരിട്ട് കാണുന്നത് കേട്ടോ. കാരണം എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കാണണമെന്ന്. എനിക്കിങ്ങനെ ഓരോ ഫാമിലൊക്കെ പോയിട്ട് ഇങ്ങനെ കാണാൻ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും അത് കണ്ടു. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഫുഡൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാം. അതുപോലെ കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഫുഡ് വാങ്ങി നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ പോയിട്ട് നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും വിശപ്പില്ല, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് വാങ്ങി കഴിക്കുമെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ വന്നതല്ലേ, അതുകൊണ്ട് അധികം വിശക്കാനുള്ളൊരു ടൈം ആയിട്ടില്ല കേട്ടോ. ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുക നല്ല ഭംഗിയുണ്ട്. നല്ല അടിപൊളി കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഫ്രണ്ട്സായിട്ട് ഫാമിലീസായിട്ടൊക്കെ വന്നിട്ട് ഒന്ന് ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യും കേട്ടോ. കാരണം എന്തായാലും അബികയിൽ കമ്മ്യൂണിസ്റ്റുള്ളവരൊക്കെ എന്തായാലും ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണേ. കാരണം അത്രയും മനോഹരമായിട്ടുണ്ട്, അത്രയും അടിപൊളിയാണ് ഇവിടെ നിന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. താങ്ക് യു.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്താ സൈഡിലായിട്ട് ഹണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേഗം ഹണി ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ തന്ന ഹണി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമില്ല. പിന്നെ സെക്കൻഡ് വന്നപ്പോൾ അത് എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ വേണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന റിജലൽമ അവിടെ പോയപ്പോൾ നമ്മൾ ഹണി ഇങ്ങനെ പലതരം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തന്നെ ഹണി വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ അത് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്താണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. കുറേ നേരം നമ്മൾ നടന്നല്ലോ, അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടപ്പോഴാണ് ഇരിക്കാനുള്ള സെറ്റ് ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഓരോന്നിലും ഓരോ ഫാമിലീസൊക്കെ ഇരിക്കുന്നുണ്ട്, വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറേ നേരം ഇരുന്നു. നമ്മൾ ഫുഡൊന്നും വാങ്ങിയില്ല കേട്ടോ, കാരണം നമുക്ക് വിശപ്പില്ലാത്തോണ്ട് ആ ടൈമിൽ നമ്മൾ ഫുഡ് വാങ്ങിയില്ല. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്തോട്ടോ. ശരിക്കും പറഞ്ഞ് ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ. നല്ല കാറ്റും ചെറിയ തണുപ്പും എന്തായാലും വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇവിടെ ഫുഡൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വാങ്ങി കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാം. അതുകൊണ്ട് ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇതിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും കേട്ടോ. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അവിടെ ചേട്ടൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ ചേട്ടൻ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വോയിസ് എന്തോ കട്ടായി കേട്ടോ. അതായത് എൻ്റെ ഫോൺ ഗൈസ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കുറേ വീഡിയോസ് എടുക്കുമ്പോൾ ഭയങ്കര ചൂടാവുക കേട്ടോ. അതുപോലെ സ്റ്റെക്കായിട്ട് വീഡിയോ കിട്ടുന്നത്. അപ്പോൾ അതെന്തെന്ന് അറിയില്ല, ഇനിയിപ്പോൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തോ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കുറേ പേര് അവിടെ ഇരുന്ന് ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം നമ്മളവിടെ ഇരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ആടും മാനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. കാരണം കുറേ പേര് അവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ചെടീൻ്റെ എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ കോഴികളും ഉണ്ട് കേട്ടോ. കോഴി, മാന്, ആട് എല്ലാം ഉണ്ട്. ഇതാ കണ്ട കോഴികളും ഉണ്ട് കേട്ടോ. നമുക്ക് നാട്ടിൽ കാണുമ്പോൾ ഒരു വിലയില്ലല്ലോ, പക്ഷെ ഇവിടെ കാണുമ്പോൾ നല്ല വിലയാണ് ഗൈസ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ 2 കുട്ടികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് മത്സരിച്ച് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ ഞാനും കുറച്ച് നേരത്തേക്ക് ഒരു കുട്ടിയായി.
അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മളിവിടെ താജ് റോയൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ശരിക്കും നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാട്ടോ അവിടെ വന്നിട്ട്. കാരണം അത്രയും നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ്. എന്തായാലും ഖമീസിൽ അബികളുള്ളവരൊക്കെ ഒരു തവണയെങ്കിലും വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. കാരണം അത്രയും നല്ല സ്ഥലമായിട്ട് എനിക്ക് ഭയങ്കരധികം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ അവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇവിടെ താജ് റോയൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടേക്ക് കുറേ ആയിട്ട് നമ്മൾ ഒരു തവണ അങ്ങനെ പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കാം. പിന്നെ എല്ലാവരും വരുന്നേ ഉള്ളൂ കേട്ടോ. കാരണം വീക്കെൻഡ് അതുകൊണ്ട് എല്ലാവരും ഉച്ചയായിട്ടാണ് ഇറങ്ങുക. പിന്നെ നമ്മൾ വേഗം വന്നതാണ്. കാരണം നമുക്ക് വീഡിയോസും ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ആകുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ ഇവിടെ കാണാന്ന് പറഞ്ഞാൽ കുറച്ച് മുന്തിരി ഉണ്ട് കേട്ടോ. പിന്നെ മാന്, ആട്, കോഴി അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാം. പിന്നെ നമുക്ക് ഫാമിലിയായിട്ട് വന്നിട്ട് ഇരിക്കാം. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് അങ്ങനെയൊക്കെ സെറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വന്നിരിക്കാനൊക്കെ അടിപൊളിയാണ്. എന്താ പറയുക, ഫ്രീ ആയിട്ട് വന്നിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. നമ്മൾ നേരെ താജ് റോയൽ റെസ്റ്റോറൻറ്റിൽ എത്തി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേട്ടനും നല്ല വിശപ്പ് തുടങ്ങി, എനിക്കും തുടങ്ങി കേട്ടോ. കാരണം നമ്മൾ 12 മണിമ്പോൾ ഫുഡ് കഴിച്ചതല്ലേ. പിന്നെ ഇപ്പോൾ ടൈം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വേഗം പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് അടുത്തത് എന്താ പ്ലാൻ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. എല്ലാം പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് മുൻകൂട്ടി നമ്മളൊരു പ്ലാൻ ചെയ്താൽ നടക്കില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ചേട്ടൻ എന്താ പറയണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മയക്കം വരുമല്ലോ. ഉറക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നേരെ റൂമിലേക്ക് പോകും. അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാനുള്ള പ്ലാനാട്ടോ. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ മുഖം കാണാൻ തന്നെ അറിയാലോ നിങ്ങൾക്ക് നല്ല വിഷമം. നമ്മൾ താജ് റോയൽ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ എന്തൊക്കെ ഫുഡ് ഓർഡർ ചെയ്ത് നിങ്ങൾ വന്നിട്ട് കാണാം കേട്ടോ. ഇവിടേക്ക് കുറച്ച് തണുപ്പും കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഞങ്ങൾ ഇരിക്കുന്നതിനേക്കാളും കുറച്ച് തണുപ്പ് കൂടുതൽ ഇവിടെയാണ് കേട്ടോ, അബഹയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് സമയം 2:45 മണിയൊക്കെ ആവാറായിട്ടോ. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മൂവി കാണാൻ പോകണമെന്നുണ്ട്. പക്ഷെ നല്ല മൂവിയാണോ ഇവിടെ നോക്കട്ടെ. അങ്ങനെ മൂവി കാണാൻ പോകും. മലയാളമില്ല, മലയാളം മൂവി ഇല്ല ഗൈസ്. അപ്പോൾ ഇനി തമിഴുണ്ടോ? തമിഴ് മൂവി ഇല്ല. അപ്പം മൂവി കാണില്ല. അപ്പോൾ ക്യാൻസലാവും. നല്ല മൂവിയൊക്കെ ആണെങ്കിൽ പോയി കണ്ടിട്ടില്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അവിടെ കാണാൻ. അപ്പോൾ നോക്കട്ടെ, പറ്റിയ മൂവി കാണാൻ പോകും. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ നേരെ റൂമിൽ തന്നെ പോകും കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ചേട്ടൻ അവിടെ വീഡിയോസ്, ചേട്ടൻ്റെ ഫോണിലെടുത്ത വീഡിയോസ് എനിക്കിങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരാണ്. കാരണം എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം ചൂടാവുകയാണ് കേട്ടോ. 2-3 വീഡിയോസ് എടുക്കുമ്പോഴേക്കും ഭയങ്കര ചൂടാവുകയാണ്. ഇത് നോക്കണം. അങ്ങനെ ആദ്യം തന്നെ ഒരു സലാഡ് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സലാഡ് ഭയങ്കര ഇഷ്ടമായിട്ട്. അതുപോലെ കുക്കുംബർ, ക്യാരറ്റും ഓണിയനും എല്ലാം കൂടി കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് സലാഡ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ ഇതാ ചേട്ടനും കഴിക്കാൻ കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് സലാഡിനെന്ന്, നല്ല വിശപ്പ് കൊണ്ട് അത് തോന്നണു എന്നൊക്കെ പറയുന്നു കേട്ടോ. കാരണം എന്നെക്കാളും വിശപ്പ് കൂടുതലായിരുന്നു ചേട്ടൻ കേട്ടോ. അപ്പോൾ ചേട്ടനത് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. മിക്കവാറും വിശപ്പ് കൊണ്ടായിരിക്കും കേട്ടോ, നല്ല വിശപ്പായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഫോണിലെ വീഡിയോസ് എന്തൊക്കെ കാണിച്ചു തരാം കേട്ടോ, എന്തോ എഡിറ്റ് ചെയ്ത് എന്തോ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ കുറച്ച് നേരം സലാഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു കേട്ടോ. അപ്പം ഞാൻ ചട്ടിച്ചോറ്, പിന്നെ ചേട്ടൻ ഗീ റൈസ്, അതുപോലെ ചെമ്മീൻ ഫ്രൈ, അതാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് ചട്ടിച്ചോറ് കഴിക്കാൻ കുറേ ആയിട്ടൊരു ആഗ്രഹം. ചട്ടിച്ചോറ് അതുപോലെ പൊതിച്ചോറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചട്ടിച്ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെമ്മീൻ ഫ്രൈ ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫുഡ് കഴിക്കാം കേട്ടോ, നല്ല വിശപ്പുണ്ട്. ഇതിങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ എന്തായാലും വേഗം തന്നെ ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വേഗം ചട്ടിച്ചോറ് ഓപ്പൺ ആക്കാം കേട്ടോ. ചട്ടിച്ചോറ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ എല്ലാം കൂടി നല്ല അടിപൊളി മണം, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം, അവിയൽ, ചിക്കൻ ഫ്രൈ, പിന്നെന്താ നമ്മുടെ എഗ്ഗ് പൊരിച്ചത്, അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു. മീൻ വറുത്തത്, കോളിഫ്ലവർ കറി, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാർ, എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ 2 പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്താണ് ഗീ റൈസ് ചേട്ടൻ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ലെമൺ ജ്യൂസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രഷ് ലൈം, അത് എന്താണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും ഭയങ്കരധികം വിശപ്പുള്ള കാരണം എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. പക്ഷേ ഓൾറെഡി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചട്ടിച്ചോറ് എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് കാണാം. അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കഴിക്കുക. അപ്പോൾ എന്തെങ്കിലും ഗ്രേപ്പ് ജ്യൂസോ അല്ലെങ്കിൽ വാട്ടർ ലെമൺ അങ്ങനെയൊക്കെ കഴിക്കുക കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഫ്രഷ് ലൈം മതി എന്ന് പറഞ്ഞു കേട്ടോ, ഫ്രഷ് ലൈം കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടൻ ചെമ്മീൻ ഫ്രൈൻ്റെ അത് ടേസ്റ്റ് ചെയ്യാട്ടോ. ചേട്ടൻ ഭയങ്കരധികം ഇഷ്ടമാട്ടോ ചെമ്മീൻ. അപ്പോൾ അത് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ചട്ടിച്ചോറ് ടേസ്റ്റ് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ എല്ലാം കൂടി ഒരു പിടി പിടിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അവിയലും, അതുപോലെ കോളിഫ്ലവറും, പപ്പടവും, അച്ചാറും, നമ്മുടെ ചിക്കൻ ഫ്രൈയും, അങ്ങനെ എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ട് ഞാൻ കഴിക്കാട്ടോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ തന്നെ പറയാം. ശരിക്കും അത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ ഇപ്പോൾ തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കൊതിയാവുന്നു. അപ്പോൾ ഞാനിതാ എല്ലാം കൂടി അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഒട്ടും നോക്കിയില്ല കേട്ടോ, വേഗം തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോസ് വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല, വേഗം ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിങ് ആയി. കാരണം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ ചെമ്മീൻ ഫ്രൈയും കൂടി ഞാൻ ടേസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോട്ടോ, അതും കൂടി ഞാൻ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, അടിപൊളിയായിരുന്നു. ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഫുഡ് കഴിക്കട്ടെ, കാരണം വിശന്നിട്ട് വയ്യ കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ഫുഡാണ്, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ അബഹയിലും കമ്മീസിലുള്ളവരൊക്കെ എന്തായാലും താജ് റോയൽ റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരു തവണയെങ്കിലും ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നല്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം നമ്മൾ എവിടേക്കാണ് പോയത് എന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. കാരണം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും, അതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് സസ്പെൻസ് ആയിരിക്കും. ആ ഒരു വീഡിയോ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആണ് വരുന്നത്. കാരണം ഞങ്ങളും തന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങോട്ട് പോകുമെന്ന്. അപ്പോൾ അത് എന്താണെന്നൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, പെട്ടെന്ന് തന്നെ ആ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുവരെയ്ക്കും ബൈ.